ബിഗ് ബോസ് ഡേ 11 ആ 11 എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. സാധാരണ എല്ലാ ദിവസവും ബിഗ് ബോസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ അനീഷിന്റെ വക ഒരു അടി ഉണ്ടാക്കത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി അനുമോളും ജിസേലും തമ്മിലുള്ള മേക്കപ്പിന്റെ ചെറിയൊരു ക്ലാഷോടെയാണ് ഇന്നത്തെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത്. അനുമോൾ പറയുന്നു ജിസേല് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, മേക്കപ്പ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല. ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇന്നലത്തെ സ്റ്റോറി ടെല്ലിംഗ് നടക്കുന്ന സമയത്ത് എല്ലാവരും ആ റൂമിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസിന്റെ 3 കള്ളന്മാർ കയറി ജിസേലിന്റെ ഒളിപ്പിച്ച് വെച്ചിരുന്ന മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്ത് ക്യാമറയുടെ മുമ്പിൽ കാണിച്ചിട്ട്, അതായത് അവർ തെളിയിച്ചു ജിസേൽ സാധനം ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. എന്നിട്ട് ജിസേലെ ഫുള്ള് കള്ളം പറയാം, എൻ്റെ സാധനമൊന്നുമില്ല ബിഗ് ബോസ്, ഞാൻ എൻ്റെ ഒന്നുമില്ല, ഞാൻ പൊട്ടറ്റോ ഒക്കെ കീറി മൊത്തം വയ്ക്കുന്ന അങ്ങനെയൊക്കെ പറഞ്ഞത് കള്ളത്തിലായിരുന്നു. ലൈവ് കണ്ടവർക്ക്, പക്ഷെ അത് എപ്പിസോഡ് വന്നിട്ടില്ല, ലൈവിനകത്തുണ്ടായിരുന്നു കള്ളന്മാരി കയറി സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നത്. പിന്നെ അതിന് ശേഷമുള്ള പിന്നെ ഫുൾ അനു ടാർഗറ്റ് ചെയ്യുന്നത് ജിസേലിനെ പിറക്കെയാണ്. ഈ മേക്കപ്പിന്റെ കേസും പിടിച്ചങ്ങ് പോവുകയാണ്. പിന്നെ അതിനുശേഷം ഉണ്ടായിരുന്നത് നമ്മുടെ ടാസ്ക് ആയിരുന്നു, റൈസിംഗ് ബാറ്റ് ടാസ്ക് ആയിരുന്നു. അതായത് ഇപ്പം ബിഗ് ബോസിലുള്ള ബാൻഡ് ഉള്ളവർക്ക് മാത്രമേ അവിടെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ആകെ ഉപയോഗിക്കാൻ പറ്റുന്ന 3 പേർക്കായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് അടുത്ത ആൾക്കാർക്ക് അത് കൊടുക്കണം, അതുകൊണ്ട് പുതിയൊരു ഗെയിം വരികയാണെന്ന് പറഞ്ഞിട്ട് മിഡ് വീക്ക് എവിഷനുള്ള എല്ലാവർക്കും കളിക്കാൻ പറ്റുന്നതായിരുന്നു. അങ്ങനെ അതിൽ ജയിച്ചത് എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ ജയിച്ചത് ആര്യൻ, പിന്നെ ഷാനവാസ്, ജിസേൽ ആദ്യം ഓടുന്ന വഴിക്ക് തെന്നിയടിച്ച് താഴെ വീണായിരുന്നു. പക്ഷെ ആര്യൻ ഓടി ബാഡ്ജ് എടുത്തതിന് ശേഷം ഒരെണ്ണം പുറത്തോട്ട് എറിഞ്ഞത് എങ്ങനെ ഭാഗ്യത്തിന് അവിടെ ജിസേലിന്റെ കയ്യിലോട്ട് കിട്ടുകയും ചെയ്ത്. അങ്ങനെ അവർക്ക് 3 പേർക്കും പെട്ടി കിട്ടിയിട്ടുണ്ട്. പെട്ടി കിട്ടിയത് എന്ന് വെച്ചാൽ അവരെ കൊണ്ടുവന്ന മേക്കപ്പ് ഐറ്റംസ്, ചപ്പ് ചവർ, അത് ഇതൊക്കെ ബാഗ് ഉൾപ്പെടെ അവർക്ക് എടുക്കാം, ഉപയോഗിക്കാനി. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്ക് ബിഗ് ബോസ് പറഞ്ഞ് ജിസേലിൻ്റെ ഇത് പറ്റത്തില്ല, ജിസേലിൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നാട്ടിലോട്ട് ഇട്ടിട്ടുണ്ട്, ജിസേലിന് കിട്ടത്തില്ല, ജിസേലിന് വേണം വേറെ ആരെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പം ജിസേൽ അത് അഭിലാഷിന് കൊടുത്ത്. അഭിലാഷിന് കാലിന് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മറ്റേ സോക്സ് ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അഭിലാഷിൻ്റെ സോക്സ് ഒക്കെ അതിനകത്തിരിക്കുന്നുണ്ട്, അത് അഭിലാഷിന് കൊടുത്ത്. നല്ല കാര്യം, അങ്ങനെ അഭിലാഷിന് അത് കിട്ടി. പിന്നീട് ഇരിക്കുന്നത് പറയുമ്പം അടുത്ത സെക്ഷനായിരുന്നു നമ്മുടെ ഇത് മറ്റേ എൻ്റെ പൊന്നോ എന്തൊരു ഇപ്പം വരെ അനീഷിന് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. ഈ അനുമോളെ കൊണ്ട് ഒരു വാക്ക് പറ്റാത്ത അവസ്ഥയായി പോയി. എല്ലാ എപ്പിസോഡിലും ഒരു കരച്ചിൽ, അത് നിർബന്ധമാണ്. ആ രീതിക്കായി അനുമോൾ. ഇപ്പം എപ്പോഴെങ്കിലും ഒരു കരച്ചിൽ എന്തായാലും ഉണ്ടായിരുന്നു. ഇത്തവണ ഉണ്ടായത് നമ്മുടെ ആര് തന്നെ, ശരണ്യ അടുത്ത്, ശരണ്യ എന്ത് വരുന്ന പെണ്ണിൻ്റെ പേര്, ആ പേര് ഞാൻ ഓർക്കുന്നില്ല. അനുമോളാണെങ്കിൽ പോയിരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിടി, ഞാനത് അങ്ങനെ പറഞ്ഞില്ല. അതായത് അപ്പാന് ശരത്തുമായിട്ടുള്ള പ്രശ്നത്തിന് ഇങ്ങനെ വന്നിരുന്ന് ഫ്രണ്ടിൽ വന്നിരുന്ന് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് ഒട്ടുക്കത്തെ കരച്ചിൽ. എൻ്റെ പൊന്നോ, കണ്ടാൽ തന്നെ അറിയാം അത്രയ്ക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള കരച്ചിൽ. സ്കിറ്റിൽ അനുമോൾ പണ്ട് ചെയ്ത സ്കിറ്റിൻ്റെ അതേ പരിപാടിയിലുള്ള അൾട്രാ ലെവൽ ലോക്കലായിട്ടുള്ള അഭിനയം. ഫ്രണ്ട് വന്നിരുന്ന് കരച്ചിൽ, അത് കാണുമ്പോൾ തന്നെ അത് കണ്ടാൽ മനസ്സിലാവും നമുക്കത് ആക്ട് ചെയ്ത് കരയാന്നുള്ളത്. അങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടം വരും എന്നൊക്കെ വിചാരിച്ചിരിക്കുക, സെന്റിമെന്റൽ സ്ലോട്ടൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ അപ്പുറത്ത് വേറൊരു ടീം, ശരത്ത്, മറ്റേ നമ്മളെ അക്ബറിന്റെ അണ്ടറിലുള്ള അടിമകളുണ്ടല്ലേ, അതായത് ആര്യൻ, ശരത്ത്, ഇവരൊക്കെ അക്ബറിന്റെ അണ്ടറിലുള്ള അടിമകളാണ്. അപ്പോൾ അവരെല്ലാം വട്ടത്തിരിക്കുകയും. അപ്പം ഇത് മറ്റേ അക്ബർ ഓരോന്ന് പറയുന്നുണ്ട്. അക്ബർ നൈസിനിരുന്ന് അപ്പാനടുത്ത് പറയുന്നുണ്ട്, എടാ ഇവൻ നമ്മുടെ അനീഷ് പുറത്ത് വില്ലനാണെന്നുണ്ടെങ്കിൽ നീ ആയിരിക്കും ഹീറോ എന്ന് ശരത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ശരത്ത് അത് മഷി പോടാ, ഞാൻ അങ്ങനെ, ശരത്ത് ആ മൈൻഡിലായിരിക്കുന്നത്. കാര്യം ശരത്തിനറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വെറുപ്പിക്കുന്നത് അനീഷാണെന്നുണ്ടെങ്കിൽ പുറത്തും ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അനീഷിനെതിരെ ആര് പ്രതികരിക്കുന്നു അവരൊക്കെ അങ്ങ് രാജാവായി മാറുന്ന രീതിക്കാണ് ശരത്ത് ഏതോ യൂണിവേഴ്സിലിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ അങ്ങനെ എന്ത് ചെയ്ത് അക്ബർ പറഞ്ഞ മണ്ടത്തരം കേട്ടിട്ട് അക്ബർ പറഞ്ഞെടുത്ത് ഇങ്ങനെ, അനീഷിനെ നീ ടാർഗറ്റ് ചെയ്തേരെ, അപ്പം നീ തന്നെ ആയിരിക്കും രാജാവെന്ന രീതിക്കൊക്കെ പറഞ്ഞപ്പോഴേക്കും അനീഷ് അത് ഓക്കെ സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു മണ്ടൻ. അനീഷ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നു. അമ്മാവന്മാർ പോലും ഇങ്ങനെ ചെയ്യത്തില്ല പഴയ കാലത്തുള്ള. പിന്നെ അതിനുശേഷം നമ്മുടെ അടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അടുത്ത ടാസ്ക് ആയിരുന്നു നമ്മുടെ ബസർ ടാസ്ക്. അതായത്
ഈ മിഡ് വീക്ക് എവിഷൻ്റെ പുറത്തു പോണ ലിസ്റ്റിൻ്റെ 5 പേരുണ്ടായിരുന്നു. 5 പേരല്ല 6 പേരുണ്ടായിരുന്നു. അപ്പം അതിൽ ഇത്ര ദിവസം വരെ ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് നമുക്ക് വേണ്ടി കളിക്കാൻ നമ്മൾ രണ്ടുപേരെ തിരഞ്ഞെടുക്കുക, അവരായിരിക്കും കളിക്കുന്നത് പറഞ്ഞാൽ. ഇപ്പം ഇത്തവണ ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞ് ഇത് അവസാനത്തെ ഗെയിമാണ്, ഇതിനകത്ത് ജയിക്കുന്നതായിരിക്കും വിധി എന്ന് പറയാം. അങ്ങനെ ഇത്തവണ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. നമുക്കാരും തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, നമ്മൾ തന്നെ ഡയറക്റ്റ് കളിക്കേണ്ടി വരുന്നു പറഞ്ഞിട്ട് അങ്ങനെ ആ കളി തുടങ്ങി. അനീഷ് അതിനകത്ത് നല്ല രീതിക്ക് ജയിച്ച് ഓടിയെന്ന് ബസറമർത്തി പോയിന്റ്സ് ഒക്കെ എടുത്ത് അനീഷാണ് ജയിച്ചത്. അനീഷ് ഒണിലിനൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഒണിലിൻ്റെ സാധനങ്ങളൊക്കെ അനീഷ് എടുത്തിട്ട് ഒണിലിനെ പറഞ്ഞ് സീക്രട്ട് റൂമിലോട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ ക്യാമറയൊന്നുമില്ല, അവരവിടെ എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല. ആ രീതിക്കുള്ള റൂമായിരുന്നുള്ളത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിനായിട്ടുള്ള കാര്യം. പിന്നെ 2 സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് മറ്റേ ഇതുണ്ടായിരുന്നു, നമ്മുടെ പെർഫോമൻസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കൊള്ളായിരുന്നു. അതിനകത്ത് എനിക്ക് അക്ബറിൻ്റെയും അനുവിൻ്റെയും പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് പാട്ട് പാടി ശംഭോ ശിവ ശംഭോ പാട്ട് പാടിയിട്ട് ലാസ്റ്റ് അക്ബറിൻ്റെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ട്. അനു ചോദിക്കും, ചേട്ടാ എനിക്ക് ചേട്ടൻ എന്നെ നോക്കുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അക്ബർ പറഞ്ഞ് എനിക്കെന്നെ നോക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ നോട്ടം ശരിയല്ലെന്നല്ല നീ പറഞ്ഞതൊക്കെ പറഞ്ഞു. അതൊക്കെ നൈസായ വെപ്പായിരുന്നു വെച്ചത്. പിന്നെ അവർക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയതും. പിന്നെ സെക്കൻഡ് കിട്ടിയത് ഷാനവാസിൻ്റെ ടീമിനായിരുന്നു. ഷാനവാസും നവീനും ആയിരുന്നു. അത് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അതൊക്കെ അങ്ങനെ പോകുന്നു. അപ്പം അനീഷിൻ്റെ ടീമിന് 5ാം സ്ഥാനം കണ്ടായിട്ട് കിട്ടുക. അപ്പം അനീഷ് അത് പറഞ്ഞ് പുറത്ത് വിട്ട് ഒരു ഗ്യാങ്ങിൻ്റെ അടുത്ത് പോയി പറഞ്ഞിരുന്നത്, അത് അവരുടെ ടീമിൻ്റെ അടുത്ത് പോയി പറഞ്ഞ് ഇവർ സത്യത്തിൽ ഇവർക്ക് 1ാം സ്ഥാനം കിട്ടേണ്ടുള്ള എൻ്റെ ടീമാൻ്റാണ്, ഇവരെല്ലാവർക്കും അവർക്ക് വോട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ചുമ്മാതെ, അതൊന്നുമില്ല. അവർ പെർഫോമൻസ് വളരെ വീക്കായിരുന്നു. 5ാം സ്ഥാനം തന്നെ കൂടുതൽ, 6 ഉണ്ടെങ്കിൽ അത് കൊടുത്തേനായിരുന്നു. ബെസ്റ്റായിട്ടുള്ള ഇത് രണ്ടുമായിരുന്നു, അക്ബറിൻ്റെതും ഷാനവാസിൻ്റെയും ടീമിൻ്റെ 2 കൊള്ളായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേറ്റ്സ് നാളത്തെ ലൈവിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.